السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين، وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും പാലിച്ചുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏറെ പവിത്രമായ ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച ഒരു മഹത്തായ മാസത്തിലാണ് നാം ഉള്ളത്. അതിൽ തന്നെയും കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പാപങ്ങൾ, ചെറുപാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകും എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ആശുറാഇൻ്റെ ദിവസത്തിലുമാണ് നാം ഒക്കെ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തവും നമ്മൾ അനുഷ്ഠിച്ചിട്ടുള്ള നോമ്പും നമ്മിൽ നിന്ന് പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഇന്നത്തെ വിഷയം മരണമെന്ന ആ യാഥാർത്ഥ്യത്തിനു വേണ്ടി ഒരുങ്ങുക എന്നതാണ്. ജനിച്ച എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു നാൾ മരിക്കും എന്നത് ആർക്കും സംശയമില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അത് എന്നാണ് എന്നതിൻ്റെ വിഷയത്തിലാണ് നമുക്കാർക്കും അറിവില്ലാത്തത്. എല്ലാ മനുഷ്യരും മരണത്തെ ആസ്വദിക്കും, ആ മരണത്തെ രുചി നോക്കും എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ആ നിശ്ചയിക്കപ്പെട്ട തീരുമാനം നമ്മിൽ എന്നാണ്, എപ്പോഴാണ് വരിക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ, നാളെ എന്താണ് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുക എന്നൊരു നഫ്സിനും അറിയില്ല, ഒരു ആത്മാവിനും അറിയില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, എവിടെ വെച്ചാണ് അവൻ മരണപ്പെടുക എന്നും ഒരാൾക്കും അറിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ആസ്വദിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ മരണത്തിൻ്റെ രുചി യഥാവണ്ണം അറിയുക തന്നെ ചെയ്യും. അത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു ആശ്വാസമായിരിക്കും. മറ്റു ചിലർക്ക് അവർ അനുഭവിക്കാവുന്ന, ഈ ദുനിയാവിൽ അവർ അനുഭവിക്കുന്ന ഏറ്റവും കൈപ്പേറിയ അനുഭവവുമായിരിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത് ദാഇഖത്തുൽ മൗത്ത്, മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ദുനിയാവിലേക്ക് നമ്മെ സൃഷ്ടിച്ചത് വെറുതെയല്ല. വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് ഈ ദുനിയാവിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയെല്ലാം സൃഷ്ടിച്ചയച്ചിട്ടുള്ളത്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, മനുഷ്യർ വിചാരിക്കുന്നുവോ അവനെ നാം വെറുതെ അങ്ങ് സൃഷ്ടിച്ചതാണ് എന്ന് മനുഷ്യർ വിചാരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് മനുഷ്യർ മടക്കപ്പെടുകയില്ല എന്ന് മനുഷ്യർ വിചാരിച്ചിരിക്കുകയാണോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പോൾ അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം അത് അല്ലാഹു എല്ലാ മനുഷ്യർക്കും നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസം വന്നെത്തിയാൽ, ആ സമയം വന്നെത്തിക്കഴിഞ്ഞാൽ നാം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങേണ്ടവരാണ്. ഖുൽ നബിയെ പറയുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ ഓടിയകലുന്ന മരണമാകുന്ന യാഥാർത്ഥ്യം അതിനെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ثم تردون إلى عالم الغيب والشهادة, അതിനുശേഷം ആ മരണത്തോടുകൂടി രഹസ്യവും പരസ്യവും അറിയുന്ന അല്ലാഹുവിലേക്ക് നിങ്ങളെല്ലാം മടക്കപ്പെടും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, അന്നേരം അല്ലാഹു നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന എല്ലാത്തിനെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായ അറിവ് നൽകുന്നതാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ്. അപ്പോൾ എല്ലാവരും മരിക്കും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവചനങ്ങളിലൂടെ ആരും നിഷേധിക്കാത്ത ഒരു യാഥാർത്ഥ്യമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് മരണം എന്നത്. സഹോദരങ്ങളെ, ആ മരണനേരം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, മരണത്തെ ആസ്വദിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ജനാസ ഒരിക്കൽ പ്രവാചകന്റെ മുമ്പിലൂടെ കടന്നുപോയപ്പോൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനാസയെ നോക്കി പറയുകയാണ്, മുസ്തരീഹുൻ വ മുസ്തറാഹുൻ മിൻ, ആശ്വാസം ലഭിക്കുന്നവരും ആശ്വാസം മറ്റുള്ളവർക്ക് നൽകുന്നവരുമുണ്ട് എന്ന്. സ്വഹാബത്തിന് കാര്യം മനസ്സിലായില്ല. സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് പ്രവാചകരെ താങ്കൾ ഉദ്ദേശിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു മുഅ്മിനായ അടിമ അവൻ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ, അവൻ മരണപ്പെട്ടു പോകുമ്പോൾ, യസ്തരീഹു മിൻ നസബി ദുനിയ വ അദാഹാ ഇലാ റഹ്മത്തില്ലാ, അവൻ ദുനിയാവിൻ്റെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ആശ്വാസം കണ്ടെത്തി പോകുന്നവനാണ്. എന്നാൽ ചില ആളുകൾ അവർ മരണപ്പെടുമ്പോൾ ബാക്കിയുള്ള സൃഷ്ടികളാണ് ആശ്വാസം കണ്ടെത്തുന്നത്. വമുസ്തറാഹും മിൻ യസ്തരീഹു മിൻഹുൽ ഇബാദു വൽ ബിലാദു വശ്ശജറു വദ്ദവാബ്, ആ മനുഷ്യൻ മരിക്കുന്നതിലൂടെ മറ്റു സൃഷ്ടിജാലങ്ങളും അവൻ്റെ കൂടെ ജീവിക്കുന്ന മറ്റു മനുഷ്യരും മരങ്ങളും ജന്തുജാലങ്ങളുമെല്ലാം ആ മനുഷ്യൻ മരണപ്പെട്ടതിൽ സന്തോഷിക്കുകയും ആ മനുഷ്യൻ മരണപ്പെട്ടതിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുമെന്നും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മരണമുണ്ട്, അത് എല്ലാവർക്കും ഒരേ രൂപത്തിലല്ല. വിശ്വാസികൾക്ക് അവർക്ക് വേറൊരു അനുഭൂതിയാണ് മരണത്തിലൂടെ ലഭിക്കുന്നത്. എന്നാൽ സത്യനിഷേധികളായ ആളുകൾക്ക്, കുറ്റവാളികളായ നരകാവകാശികളായ ആളുകൾക്ക് ആ നരകം അവർ ഈ ഭൗതിക ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും കൈപ്പേറിയ അനുഭവമാണ് എന്നാണ് ഈ ആയത്തുകളും ഹദീസുകളുമെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്ന രംഗം കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സുദീർഘമായ ഹദീസിലൂടെ, ഇന്നൽ അബ്ദൽ മുഅ്മിന, ഒരു മുഅ്മിനായ അടിമ, ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ, ഒരടിമ അവൻ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്ന സന്ദർഭം, ആഖിറത്തിലേക്ക് അവൻ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ആഖിറത്തിലേക്ക് പോകുന്ന ആ ഒരു രംഗം, മരണത്തോടുകൂടി ഒരാളുടെ ഖിയാമത്ത് ആരംഭിച്ചു.
ഖിയാമത്തു സുഗ്റ എന്നാണല്ലോ മരണത്തെ, ചെറിയ ഖിയാമത്ത് എന്നാണല്ലോ മരണത്തെക്കുറിച്ച് പറയാറുള്ളത്. അങ്ങനെ ആഖിറത്തിലേക്ക് ഒരാൾ പുറപ്പെടുന്ന ആ നേരം നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ ബീദുൽ വുജൂഹ്, ഒരു മുഅ്മിനായ അടിമയാണ് എങ്കിൽ അവനിലേക്ക് അള്ളാഹുവിൻ്റെ മാലാഖമാർ ഇറങ്ങി വരും. എങ്ങനെയുള്ള മാലാഖമാർ? പ്രസന്നവദനരായ, അങ്ങേയറ്റം വെളുത്ത മുഖത്തോടുകൂടിയുള്ള മലായികത്തുകൾ അവനിലേക്ക് ഇറങ്ങി വരുമെന്നാണ്. കഅന്ന വുജൂഹഹുമുശ് ശംസ്, സൂര്യനെപ്പോലെ ആ മലായികത്തുകളുടെ മുഖങ്ങൾ പ്രകാശിക്കുന്നു. മഅഹും കഫനുൻ മിൻ അക്ഫാനിൽ ജന്ന, ആ മലായികത്തുകളുടെ കൂടെ എന്തുണ്ടാകുക? സ്വർഗത്തിലെ കഫൻ പുടവയാണ്. സ്വർഗത്തിലെ കഫൻ പുടവയാണ് ആ മലായികത്തിന്റെ കൂടെ ഉണ്ടാവുക. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിലെ സുഗന്ധക്കൂട്ടാണ് ആ മലായികത്തുകളുടെ കൂടെ ഉണ്ടാവുക. ഹത്താ യജ്ലിസു മിൻഹു മദ്ദൽ ബസർ, ആ മലായികത്തുകൾ അവൻ്റെ മുമ്പിൽ, അവൻ്റെ കണ്ണെത്തുന്ന ദൂരം അത്രയും ആ മലായികത്തുകൾ ഇങ്ങനെ അവൻ്റെ മുമ്പിലായിക്കൊണ്ട് ഇരിക്കും, അണിനിരക്കും. അന്ന് വരെ നമ്മുടെ കണ്ണുകൾ മലക്കുകളെ കണ്ടിട്ടില്ല. ആ മരണത്തെ മുഖാമുഖം കാണുന്ന നേരം നമ്മൾ ഇന്നുവരേക്കും കാണാത്ത മലക്കുകളെ നമ്മൾ ആദ്യമായി കാണുന്ന സമയമാണ്. സുമ്മ യജീഉ മലക്കുൽ മൗത്ത്, അതിനുശേഷം മരണത്തെ, റൂഹിനെ പിടിക്കുന്ന മലക്കുൽ മൗത്ത് കടന്നു വരും. ഹത്താ യജ്ലിസ ഇൻദ റഅ്സിഹി, ആ മുഅ്മിനായ മനുഷ്യൻ്റെ തലക്കരികിൽ ആ മലക്ക് ഇരിക്കുമെന്നാണ്. ഫയഖൂലു, എന്നിട്ട് ആ മലക്ക് പറയും, അയ്യതുഹൻ നഫ്സു ത്വയ്യിബ, അല്ലയോ വിശിഷ്ടമായ ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിൻ്റെ പാപമോചനത്തിലേക്കും അവൻ്റെ തൃപ്തിയിലേക്കും നീതാ പുറപ്പെട്ടുകൊള്ളുക. ആ മലക്ക് പറയുമെന്നാണ്. മുഅ്മിനായ ഒരു മനുഷ്യൻ്റെ തലക്കരികിൽ ഇരുന്നു കൊണ്ട് അവൻ ആദ്യമായി മലക്കുകളുടെ സംസാരം നേരിൽ കേൾക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിവിശാലമായ പാപമോചനത്തിലേക്കും അവൻ്റെ തൃപ്തിയിലേക്കും റിദ്വാനിലേക്കും നീ ഇറങ്ങിക്കൊള്ളുക, നീ പുറപ്പെട്ടുകൊള്ളുക എന്ന മലക്ക് ആ വ്യക്തിയോട് പറയുമെന്നാണ്. ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്റതു മിൻ ഫിയ്യി സിഖാ, ഒരു പാനപാത്രത്തിലെ ഒരു കൂജയിൽ നിന്ന് വെള്ളം എപ്രകാരം അതിൻ്റെ വായയിലൂടെ എപ്രകാരം മൃദുവായിട്ടാണോ ഇറങ്ങി വരിക, അതുപോലെ മൃദുവായിക്കൊണ്ട് അവൻ്റെ റൂഹ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയം ഫയഖുദുഹാ, ആ മലക്കുൽ മൗത്ത് ആ റൂഹിനെ സ്വീകരിക്കും. ഫഇദാ അഖദഹാ, ആ മലക്കുൽ മൗത്ത് റൂഹിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ലം യദഊഹാ ഫീ യദിഹി തറഫത ഐനിൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും പിന്നെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കൂല. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും കയ്യിൽ വെക്കുകയില്ല. ഹത്താ യഖുദൂഹാ ഫയജ്അലൂഹാ ഫീ ദാലികൽ കഫൻ, അവർ കൊണ്ടുവന്നിട്ടുള്ള സ്വർഗീയമായ കഫൻ പുടവയിൽ ആ റൂഹിനെ അവർ പ്രവേശിപ്പിക്കും, ആ റൂഹിനെ അതിലേക്ക് അവർ ആക്കും. വഫീ ദാലികൽ ഹനൂത്ത്, ആ സ്വർഗീയമായ സുഗന്ധക്കൂട്ടിനുള്ളിലേക്ക് ആ റൂഹിനെ അവർ പ്രവേശിപ്പിക്കും. അങ്ങനെ അതിൽ പൊതിയുകയും ആ സുഗന്ധക്കൂട്ടിലായിക്കൊണ്ട് അങ്ങനെ ആ റൂഹിനെ അവർ സ്വീകരിക്കും. ഫയഖ്റുജു മിൻഹാ കഅത്യബി നഫ്ഖതി മിസ്കിൻ വുജിദത് അലാ വജ്ഹിൽ അർദ്, അല്ലാഹുവിൻ്റെ ഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും വിലപിടിപ്പുള്ള കസ്തൂരിയുടെ വലിയ ആ ഒരു അങ്ങേയറ്റത്തെ സുഗന്ധം ആ റൂഹിൽ നിന്നും ആ കഫൻ പുടവയിൽ നിന്നുമെല്ലാം പുറത്തേക്ക് വരുമെന്നാണ്. അങ്ങനെ ആ റൂഹിനെ കഫൻ പുടവയിൽ സ്വീകരിച്ച് മലായികത്തുകൾ ഫയസ്അദൂന ബിഹാ, അതുമായി കൊണ്ട് ആകാശലോകത്തേക്ക് അവർ ആ റൂഹുമായി കൊണ്ട് അവർ യാത്ര തിരിക്കും. ഫലാ യമറുന ബിഹാ അലാ മലക്കിൻ മിനൽ മലായികതി ഇല്ലാ ഖാലു, അങ്ങനെ അവർ ആ റൂഹുമായി കൊണ്ടുപോകുമ്പോൾ ഏതെല്ലാം മലക്കുകൾ ഈ ആത്മാവിനെ കണ്ടുമുട്ടുന്നുവോ,
ഈ റൂഹുമായി കൊണ്ടുപോകുന്ന മലക്കുകളെ കണ്ടുമുട്ടുന്നുവോ, അപ്പോഴൊക്കെ മറ്റു മലക്കുകൾ ചോദിക്കും, മാ ഹാദർ റൂഹു തയ്യിബ്, ഏതാണ് ഈ വിശിഷ്ടമായ ആത്മാവ്, ഏതാണ് ഈ വിശിഷ്ടമായ റൂഹ്? അവർ ചോദിക്കും. അപ്പോൾ പറയും, ഫയഖൂലു ഫുലാൻ ഇബ്നു ഫുലാൻ ബിഅഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂനഹു ബിഹാ ഫിദ്ദുനിയ, ഇന്നാലിന്ന വ്യക്തിയുടെ മകനാണ്. പിതാവിലേക്ക് ചേർത്തിക്കൊണ്ട് ആ വ്യക്തിയെ പരിചയപ്പെടുത്തും. ഈ ദുനിയാവിൽ അവനെ വിളിച്ച ഏറ്റവും നല്ല പേര് ആ സമയത്ത് ആ മലക്കുകൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായി പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതിങ്ങനെ കയറിപ്പോകും. ഹത്താ യൻതഹൂ ബിഹാ ഇലസ്സമാഇ ദുനിയാ, ദുനിയാവിൻ്റെ ആകാശത്തിലേക്ക് അതെത്തും. അങ്ങനെ ഫയസ്തഫ്തിഹൂന ലഹു, ആ ആത്മാവിന് വേണ്ടി ദുനിയാവിലെ ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ ആവശ്യപ്പെടും. ഫയുഫ്തഹു ലഹു, അവന് വേണ്ടി ദുനിയാവിലെ ആകാശങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടും. ഫയുശയ്യിഉഹു മിൻ കുല്ലി സമാഇൻ മുഖർരിബുഹാ ഇലാ സമാഇ ലതി തലീഹാ, അങ്ങനെ ഓരോ ആകാശത്തും അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകൾ ഈ റൂഹിനെ പിന്തുടരുമെന്നാണ്. അങ്ങനെ ഓരോ ആകാശത്തിലെയും മലക്കുകൾ ആ ആകാശം അവസാനിക്കുന്ന അത്രയും നേരം ഈ റൂഹിന് പിന്നാലെ ആ മലക്കുകളും പിന്നാലെ പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അവസാനം ഹത്താ യുൻതഹ ഇല സമാഇ സാബിഅ, ഏഴാം ആകാശത്തിലേക്ക് ആ റൂഹുമായി കൊണ്ട് മലക്കുകൾ എത്തും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉക്തുബു കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ, എൻ്റെ ഈ അടിമയുടെ രേഖ നിങ്ങൾ ഇല്ലിയീനിൽ രേഖപ്പെടുത്തുക. വഅഈദു അബ്ദി ഇലൽ അർദ്, ഭൂമിയിലേക്ക് തന്നെ ഈ റൂഹിനെ നിങ്ങൾ മടക്കുക. ഫഇന്നി മിൻഹാ ഖലഖ്തുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ നുഖ്രിജുഹും താറതൻ ഉഖ്റ, ആ ഭൂമിയിൽ നിന്നാണ് നാം അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്, അതിലേക്ക് തന്നെയാണ് അവർ മടക്കപ്പെടേണ്ടത്, അതിൽ നിന്നാണ് മറ്റൊരിക്കൽ ഇനി പുനരുദ്ധാന ഖിയാമത്തിൻ്റെ അന്ന് അവരെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുക. അങ്ങനെ ഫതുആദു റൂഹുഹു, അവൻ്റെ റൂഹ് ഭൂമിയിലേക്ക് മടക്കപ്പെടും. ഫയഅതീഹി മലകാനി ഫയുജ്ലിസാനിഹി ഫയഖൂലാനി ലഹു, രണ്ട് മലക്കുകൾ, റൂഹ് ഭൂമിയിലേക്ക് മടക്കപ്പെടും, അവൻ്റെ ഖബറിലേക്ക് തന്നെ മടക്കപ്പെടും. അങ്ങനെ രണ്ട് മലക്കുകൾ അവനിലേക്ക് വരും. ഫയുജ്ലിസാനിഹി, ആ മനുഷ്യനെ അവർ എഴുന്നേൽപ്പിച്ചിരുത്തും. ഫയഖൂലാനി ലഹു, എന്നിട്ട് അവനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, ഈ ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരം ഈ ദുനിയാവിൽ തന്നെ നമുക്ക് നമ്മുടെ പ്രവൃത്തിയിലൂടെ കണ്ടെത്താൻ സാധിക്കണം. അതിനുത്തരം നാം കണ്ടെത്തിയാൽ മാത്രമേ നാളെ പരലോക നാളിൽ മലക്കുകൾ നമ്മളോട്, ഖബറിൽ മലക്കുകൾ നമ്മളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി നൽകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ദുനിയാവിൽ ആരാണോ കണ്ടെത്തുന്നത്, ദുനിയാവിൽ ആരാണോ അവൻ്റെ പ്രവൃത്തിയിലൂടെ അതിനുള്ള ഉത്തരം നൽകുന്നത്, അവരായിരിക്കും ഖബറിലും നാളെ പാരത്രിക നാളിലും വിജയിക്കുന്നവർ എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. മലക്കുകൾ അവനെ പിടിച്ചിരുത്തും. എന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക്, നിന്റെ റബ്ബ് ആരാണ്, ആരാണ് നിന്റെ റബ്ബ്? ആ മനുഷ്യൻ പറയും, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറയണമെങ്കിൽ കേവലം ഈ ദുനിയാവിൽ അല്ലാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ഹൃദയമറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കാൻ, അതനുസരിച്ചുകൊണ്ട് എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, ഏതേത് അവസരത്തിലും എൻ്റെ ആരാധനകൾ അഖിലവും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ ഞാൻ നടത്തുകയുള്ളൂ. എല്ലാ നിലക്കും അല്ലാഹുവിൻ്റെ റുബൂബിയത്ത് അംഗീകരിക്കുകയും അവൻ്റെ ഉലൂഹിയത്ത് അംഗീകരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ആ നിലക്ക് അല്ലാഹുവിനെ ഏകനാക്കുകയും ചെയ്ത വ്യക്തികൾക്ക് മാത്രമേ റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും
പിന്നീട് അതിൽ ഇസ്തിഖാമത്തോടുകൂടി അടിയുറച്ച് നിലകൊള്ളുകയും ചെയ്ത ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു, അവരിലേക്കാണ് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരിലേക്കാണ് വരിക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് ഇതിനോട് നാം ചേർത്ത് വായിക്കണം. അല്ലാഹുവാണ് റബ്ബ് എന്ന് ആ മുഅ്മിനായ അടിമ പറയുമെന്നാണ്. വീണ്ടും ആ മലക്കുകൾ ചോദിക്കും, മാ ദീനുക്, ഏതാണ് നിന്റെ ദീന്, നിന്റെ മതമേതാണ്? ഫയഖൂലു ദീനി അൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ് എന്ന് ആ വ്യക്തി പറയുമെന്നാണ്. ഇസ്ലാമാണ് എന്ന് പറയണമെങ്കിൽ കേവലം നമ്മുടെ ഐഡന്റിറ്റിയിൽ ഒരു മുസ്ലിമാണ് ഞാൻ എന്നുണ്ടായതുകൊണ്ട് മാത്രം പോരാ. നമ്മുടെ പേര് മുസ്ലിങ്ങളുടെ പേരായതുകൊണ്ട് മാത്രം നമുക്കത് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് നമുക്ക് പൂർണ്ണമായി പ്രവേശിക്കാൻ സാധിക്കണം. ഇസ്ലാം എന്ന ഈ മതത്തിൻ്റെ ശരിയായ വക്താവായി നമുക്ക് മാറാൻ സാധിക്കണം. അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്താഅ വൽ ബറാഅതു മിനശ് ശിർകി വ അഹ്ലിഹി, അല്ലാഹുവിനെ പൂർണ്ണാർത്ഥത്തിൽ കീഴൊതുങ്ങുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ ദീനിൽ പൂർണ്ണമായും അവന് കീഴൊതുങ്ങുക. അതാണല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ആ നിലക്ക് ശരിയായി ഈ ദീനുൽ ഇസ്ലാമിന് കീഴൊതുങ്ങാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമുക്ക് ആ സമയത്ത് പറയാൻ സാധിക്കും, എൻ്റെ ദീൻ ഇസ്ലാമാണ് എന്ന് ആ മലക്കുകൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. പിന്നീട് വീണ്ടും മലക്കുകൾ ചോദിക്കും, മാ ഹാദർ റജുലുൽ ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയും, ഹുവ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ ദൂതനായ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ആ വ്യക്തി ആ സമയത്ത് പറയും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അള്ളാഹു നമ്മിലേക്ക് നിയോഗിച്ച പ്രവാചകനാണ് എന്ന് കേവലം നമ്മൾ ചൊല്ലിപ്പറഞ്ഞതുകൊണ്ടോ ഒന്നും പ്രവാചകനെ അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് സാധിക്കണമെന്നില്ല. ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ള നമ്മളൊക്കെ അംഗീകരിച്ചവരാണ്. എന്താണ് ഷഹാദത്തിൻ്റെ ആ മഅന? എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ പ്രവാചകനായി ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നൊരാൾ പ്രഖ്യാപിക്കുന്നതിലൂടെ അതിലൂടെ അവൻ പ്രഖ്യാപിക്കുന്നത് എന്താണ്? ത്വാഅതുഹു ഫീമാ അമർ, ആ പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അനുസരിക്കും. വതസ്ദീഖുഹു ഫീമാ അഖ്ബറ, ആ പ്രവാചകൻ അറിയിച്ചു തന്ന കാര്യങ്ങളെല്ലാം ഞാൻ സത്യപ്പെടുത്തും. വജ്തിനാബു മാ നഹാ അൻഹു വസജർ, ആ പ്രവാചകൻ ഒഴിവാക്കിയ അവിടുന്ന് വിരോധിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കുകയും എൻ്റെ ജീവിതത്തെ തൊട്ട് ഞാൻ വിരോധിക്കുകയും ചെയ്യും. വഅല്ലാ യുഅബദല്ലാഹ് ഇല്ലാ ബിമാ ശറഅ, ആ നബി എനിക്ക് കാണിച്ചു തന്ന മാർഗത്തിലൂടെയല്ലാതെ അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുക, ആ രൂപത്തിൽ മാത്രം ഞാൻ അള്ളാഹുവിനെ ആരാധിക്കും. ഇതാണ് ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളയുടെ അത് പ്രഖ്യാപിക്കുന്നതിലൂടെ നമ്മൾ അംഗീകരിക്കേണ്ടുന്ന കാര്യം. ഇങ്ങനെ ഒരാൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവന് പറയാൻ സാധിക്കും, എൻ്റെ പ്രവാചകൻ ഈ വ്യക്തി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് നബിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ഖബറിൽ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ആ സമയത്ത് ആ മലക്കുകൾ വീണ്ടും ചോദിക്കും, വമാ ഇൽമുക്, എന്താണ് നീ അറിഞ്ഞതും പഠിച്ചതും? എന്താണ് ഈ ദുനിയാവിലെ ജീവിതത്തിൽ നീ അറിഞ്ഞതും പഠിച്ചതും? ആ മനുഷ്യൻ പറയും, ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു, ഞാൻ അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുകയും അതിൽ ഞാൻ വിശ്വസിക്കുകയും അതിൽ പറഞ്ഞ ഏത് കാര്യമാകട്ടെ സർവ്വകാര്യങ്ങളെയും ഞാൻ സത്യപ്പെടുത്തുകയും ചെയ്തു എന്ന് ആ വ്യക്തി ആ സമയത്ത് പറയുമെന്നാണ്. ഫയുനാദി മുനാദി മിനസ് സമാ, ഈ ഒരു ചോദ്യോത്തരം കഴിയുമ്പോഴേക്കും ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന മലക്ക് വിളിച്ചു പറയും, അൻ സദഖ അബ്ദി, എൻ്റെ അടിമ ഈ പറഞ്ഞത് സത്യമാണ്,
ഫഅഫ്രിശൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിലെ വിരികൾ അവന് നിങ്ങൾ വിരിച്ചു കൊടുക്കുക. വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗീയ ഉടയാടകൾ അവനെ നിങ്ങൾ ധരിപ്പിക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള കവാടം അവൻ്റെ ഖബറിൽ തുറക്കപ്പെടും. അങ്ങനെ സ്വർഗ്ഗത്തിലേക്കുള്ള കവാടം അവന് നിങ്ങൾ തുറന്നു കൊടുക്കുക. ഫയഅതീഹി മിൻ റൗഹിഹാ വതൈബിഹാ, അങ്ങനെ ആ സ്വർഗ്ഗത്തിലെ സുഗന്ധവും അതിലെ പരിമളവും ആ വാതിലിലൂടെ അവനിലേക്ക് ഇങ്ങനെ കടന്നു വരികയായി. വയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസ്രിഹി, അവൻ്റെ കണ്ണ് കാഴ്ച എവിടെയാണോ എത്തുന്നത് അത്രയും വിശാലമായി കൊണ്ട് അവൻ്റെ ഖബർ വിശാലമാക്കപ്പെടും. വയഅതീഹി റജുലുൻ ഹസനുൽ വജ്ഹ്, ഒരു നല്ല പ്രസന്നവദനനായ മുഖത്തോടുകൂടിയുള്ള ഒരു മനുഷ്യൻ പിന്നീട് ഖബറിലേക്ക് കടന്നു വരും. ഹസനു സിയാബ്, നല്ല വസ്ത്രം ധരിച്ച, തയ്യിബുർ റീഹി, നല്ല സുഗന്ധമുള്ള ഒരാൾ കടന്നു വരും. ഫയഖൂലു അബ്ശിർ ബില്ലദീ യസുറുക്, എന്നിട്ട് ആ വ്യക്തി വന്നുകൊണ്ട് പറയും, നിന്നെ സന്തോഷിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ കൊണ്ട് നീ സന്തോഷവാനായി കൊള്ളുക. ഹാദാ യൗമുകല്ലദീ കുൻത തുഅദ്, നീ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണിത് എന്ന് ആ മനുഷ്യൻ ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട് പറയുമെന്നാണ്. അപ്പോൾ ആ ഖബറിൽ കിടക്കുന്ന ഖബറാൾ ചോദിക്കും, മൻ അൻത, ആരാണ് നീ? ഫവജ്ഹുകൽ വജ്ഹു യജീഉ ബിൽ ഖൈർ, നിന്റെ മുഖം നന്മയുമായി വന്നവൻ്റെ മുഖം പോലെയുണ്ടല്ലോ. അപ്പോൾ ആ വ്യക്തി പറയും, വന്ന ആഗതൻ പറയും, അന അമലുക സ്സാലിഹ്, നിന്റെ സൽക്കർമ്മങ്ങളാകുന്ന കാര്യങ്ങളാണ്, നിന്റെ സൽക്കർമ്മങ്ങളാണ് ഞാൻ. ആ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം ഖബറിൽ ഒരു നല്ല മനുഷ്യൻ്റെ രൂപത്തിൽ രൂപാന്തരപ്പെട്ട് നമ്മുടെ അടുക്കലേക്ക് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ആ സമയത്ത് ഖബറിൽ കിടക്കുന്ന ഖബറാളിയായ മനുഷ്യൻ പറയും, റബ്ബി അഖിമിസ്സാഅ, റബ്ബി അഖിമിസ്സാഅ, അല്ലാഹുവേ അന്ത്യനാൾ എത്രയും വേഗം പെട്ടെന്ന് നീ അനുഭവിപ്പിക്കണമേ. ഖബറിൽ തന്നെയും ഇതുപോലെയുള്ള സുഖാനുഗ്രഹങ്ങളാണ് എങ്കിൽ, അതാണ് ഞാൻ അനുഭവിക്കുന്നത് എങ്കിൽ, നാളെ പാരത്രിക ലോകത്ത് എനിക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എത്രമാത്രം വിശാലമായ അനുഗ്രഹങ്ങളായിരിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് ആ വ്യക്തി അള്ളാഹുവിനോട് അന്ത്യനാൾ വേഗത്തിലാക്കുവാൻ വേണ്ടി പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ റൂഹ് ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്ന സമയത്ത് അനുഭവിക്കുന്ന അനുഭവങ്ങൾ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഒരു തെമ്മാടിയായ മനുഷ്യനാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു തെമ്മാടിയായ മനുഷ്യനാണ് എങ്കിൽ, സത്യനിഷേധിയായ മനുഷ്യനാണ് എങ്കിൽ, നരകാവകാശിയായ ഒരു വ്യക്തിയാണ് എങ്കിൽ അവൻ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെടുന്ന രൂപം എങ്ങനെയാണ്? വഇന്നൽ അബ്ദൽ കാഫിറ ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ വഇഖ്ബാലിൻ മിനൽ ആഖിറ, അവർ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്ന സമയം ആഖിറത്തിലേക്ക് അവൻ്റെ യാത്ര ആരംഭിക്കുന്ന ആ നിമിഷം നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ സൂദുൽ വുജൂഹ്, അല്ലാഹുവിൻ്റെ മലായികത്തുകളിൽ നിന്ന് കറുത്ത വല്ലാത്ത ഒരു മുഖത്തോടുകൂടിയുള്ള മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരുമെന്നാണ്. മഅഹുമുൽ മസൂഹ്, അവരുടെ കൂടെ നരകത്തിലെ കരിമ്പടമുണ്ട്. ഫയജ്ലിസൂന മിൻഹു മദ്ദൽ ബസർ, ആ കരിമ്പടവുമായി കൊണ്ട് അവർ ആ വ്യക്തിയുടെ കണ്ണെത്തുന്ന ദൂരമത്രയും അവരിങ്ങനെ കൂടിയിരിക്കും. അതിനുശേഷം സുമ്മ യജീഉ മലക്കുൽ മൗത്തി, മലക്കുൽ മൗത്ത് ആ വ്യക്തിയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരും. ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി, അവൻ്റെ തലക്കുമീതെ മലക്കുൽ മൗത്ത് ഇരിക്കും. ഫയഖൂലു, എന്നിട്ട് പറയും, യാ അയ്യതുഹൻ നഫ്സുൽ ഖബീസ, അവനെ വിളിക്കണത് തന്നെ അങ്ങേയറ്റത്തെ നീചമായ അഭിസംബോധന കൊണ്ടാണ്. യാ അയ്യതുഹൻ നഫ്സുൽ ഖബീസ, അല്ലയോ മോശമടഞ്ഞ അല്ലെങ്കിൽ വൃത്തികെട്ട ആത്മാവേ എന്ന രൂപത്തിൽ ആ മലക്കുൽ മൗത്ത് അയാളെ വിളിക്കും. ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗദബ്, അല്ലാഹുവിൻ്റെ കോപത്തിലേക്ക്, അല്ലാഹുവിൻ്റെ ശിക്ഷയിലേക്ക് നീ ഇതാ പുറപ്പെട്ടുകൊള്ളുക. ഇത് കേൾക്കുമ്പോൾ ഫതഫ്റഖു ഫീ ജസദിഹി ഫയൻതസിഉഹാ, ആ സമയത്ത് ആ റൂഹ് വല്ലാതെ പേടിക്കും. അത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ അതിങ്ങനെ പതുങ്ങിക്കൂടും.
ആ സമയം ഫയൻതസിഉഹാ കമാ യുൻതസഉ അസ്സുഫൂദു മിനസ്സൂഫിൽ മബ്ലൂൽ, ഒരു നനഞ്ഞ പഞ്ഞിക്കെട്ട് എപ്രകാരമാണോ പറിച്ചെടുക്കുക, അതേ രൂപത്തിൽ ആ വ്യക്തിയുടെ റൂഹിനെ ശരീരത്തിൽ നിന്ന് മലക്കുകൾ ബലം പ്രയോഗിച്ച് പറിച്ചെടുക്കുമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ യദ്രിബൂന വലൗ തറാ ഇദി ളാലിമൂന ഫീ ഗമറാത്തിൽ മൗതി വൽ മലായികതു ബാസിതു ഐദീഹിം, സത്യനിഷേധികളായ ആളുകൾ അവരുടെ റൂഹ് പിടിക്കുന്ന ആ സമയം പ്രവാചകരെ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖങ്ങളിലും അവരുടെ പുറംഭാഗങ്ങളിലുമെല്ലാം അടിച്ചുകൊണ്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ്റെ റൂഹ് ഈ മലക്കുകൾ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും ആ റൂഹിനെ അവർ വെക്കുകയില്ല. അവർ ആ കരിമ്പടത്തിൽ പൊതിഞ്ഞുകൊണ്ട് ആ മലക്കിനെയുമായിക്കൊണ്ട് ആകാശലോകത്തേക്ക് യാത്ര തിരിക്കും. അങ്ങനെ അവർ കടന്നു പോകുന്ന ഓരോ ആകാശങ്ങളിലും അല്ലെങ്കിൽ ആ കടന്നു പോകുന്ന ഓരോ സന്ദർഭങ്ങളിലുമുള്ള മലക്കുകൾ അവരോട് ചോദിക്കും, ഏതാണ് ഈ മോശപ്പെട്ട ആത്മാവ്? അങ്ങനെ ആ മലക്കുകൾ പരിചയപ്പെടുത്തും. അവൻ്റെ ദുനിയാവിൽ അവനെ വിളിച്ച ഏറ്റവും മോശമായ പേര് വിളിച്ചുകൊണ്ട് അവനെ പരിചയപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഈ ദുനിയാവിൻ്റെ ആകാശത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ വെച്ച് ആകാശ കവാടങ്ങൾ തുറക്കുവാൻ വേണ്ടി ആവശ്യപ്പെടും. പക്ഷേ ഫലാ യുഫ്തഹു ലഹു, അവന് വേണ്ടി ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു അൻആമിലെ ആയത്തോതുകയാണ്, അറാഫിലെ ആയത്തോതുകയാണ്, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവർക്ക് വേണ്ടി ആകാശ ലോകത്തെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമയത്ത് പറയും, ഉക്തുബു കിതാബഹു ഫീ സിജ്ജീൻ ഫിൽ അർദി സുഫ്ലാ, ഏറ്റവും ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിലുള്ള സിജ്ജീനിൽ അവരുടെ രേഖ, ഈ വ്യക്തിയുടെ രേഖ നിങ്ങൾ രേഖപ്പെടുത്തുക. അങ്ങനെ ഫതുത്റഹു റൂഹുഹു തർഹ, ഖബറിലേക്ക് അവൻ്റെ റൂഹിനെ എറിയപ്പെടും എന്നാണ് ആ സമയത്ത് ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അവനോട് ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ മലക്കുകൾ വരും, അവനെ ഇരുത്തും, അവനോട് ചോദിക്കും, നിന്റെ റബ്ബാരാണ്? അവന് പറയാൻ സാധിക്കയില്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവൻ അട്ടഹസിക്കും. അവനോട് ദീനിനെക്കുറിച്ച് ചോദിക്കും, അപ്പോഴും അറിയില്ല എന്ന് മറുപടി പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കും, അപ്പോഴും അറിയില്ല എന്ന് മറുപടി പറയും. ആ സമയം ആകാശ ലോകത്തുള്ള മലക്ക് വിളിച്ചു പറയും, ഇവൻ പറഞ്ഞത് കളവാണ്. നരകത്തിൽ നിന്നുള്ള വിരിപ്പുകൾ അവന് നിങ്ങൾ വിരിച്ചു കൊടുക്കുക. നരകത്തിലേക്കുള്ള വാതിലുകൾ അവൻ്റെ ഖബറിൽ തുറക്കപ്പെടുക. അങ്ങനെ ആ നരകത്തിലെ ഉഷ്ണവും ചൂടും കാറ്റുമെല്ലാം അവൻ്റെ ഖബറിലേക്ക് വരികയായി. ആ രൂപത്തിൽ അവൻ്റെ ഖബർ അങ്ങേയറ്റം കുടുസായും ഒക്കെ ആ നിലക്ക് ശിക്ഷിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അവൻ ചെയ്ത പ്രവൃത്തികളെല്ലാം ഒരു മോശപ്പെട്ട ഒരു വ്യക്തിയുടെ രൂപത്തിൽ അവനിലേക്ക് വരും. അങ്ങനെ അവൻ്റെ കൂടെ അവൻ്റെ ഖബറിൽ അവൻ്റെ അമലുകളും അവൻ്റെ കൂടെ ബാക്കിയാകും. ആ സമയം അവൻ പറയും, റബ്ബി ലാ തുഖിമിസ്സാഅ, അല്ലാഹുവേ നീ ഒരിക്കലും അന്ത്യനാൾ സംഭവിപ്പിക്കരുതേ. ഖബറിൽ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി വരാനുള്ള ലോകത്തെ ശിക്ഷയെക്കുറിച്ച് ഓർത്ത് അന്ത്യനാൾ വരുത്തരുതേ, സംഭവിപ്പിക്കരുതേ എന്ന് ആ മനുഷ്യൻ ഇങ്ങനെ അട്ടഹസിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു യാഥാർത്ഥ്യം കൃത്യമായി നാം ഉൾക്കൊള്ളണം. ഇതിനു വേണ്ടിയാകണം നമ്മൾ ഒരുങ്ങേണ്ടുന്നത്. നമ്മൾ നമ്മുടെ ആയുസ് ചെലവഴിക്കേണ്ടത്, നമ്മുടെ സമയം നാം ചെലവഴിക്കേണ്ടത്. നാളെ പാരത്രിക ലോകത്തേക്ക് നാം യാത്ര തിരിക്കുമ്പോൾ അവിടുന്ന് ഖബറിലെ നമ്മുടെ ജീവിതത്തിൽ, അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞ് മഹ്ശറയിലും ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, അവൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള പാതയെ ഒരുക്കാനുള്ള സമയമാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഈ ഐഹിക ജീവിതം എന്നുള്ളത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിലൂടെ അല്ലാഹു ചോദിക്കുന്നത്.
നിങ്ങളെ വെറുതെ അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? നമ്മിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്നാണോ മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെട്ടതുപോലെ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നാമൊക്കെ എന്താണ് ഓരോ നഫ്സും ചെയ്തു വെച്ചിട്ടുള്ളത്. ഖബറിൽ നമുക്ക് എന്താണ് കൂട്ടിനുള്ളത്, ഖബറിലേക്ക് വേണ്ടി നാം എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്, നാളെ പാരത്രികമായ ലോകത്തേക്ക് വേണ്ടി എന്താണ് നാം ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോ നഫ്സും സ്വന്തത്തോട് ചോദിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും സൂക്ഷ്മമായി ഖബീറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ മുമ്പിൽ രഹസ്യമെന്നോ പരസ്യമെന്നോ വ്യത്യാസമില്ല. എല്ലാം അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് റഹ്മാനായ റബ്ബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ ജീവിക്കണം. വലാ തകൂനു, വല്ലയോ മനുഷ്യരെ നിങ്ങൾ ആകരുത്, കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്നുകളഞ്ഞ ആളുകളെ പോലെ നിങ്ങളായി മാറരുത്. ഫഅൻസാഹും അൻഫുസഹും, അവരെ തന്നെയാണ് അതിലൂടെ മറന്നത്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരത്രേ തെമ്മാടികളായ ഫാസിഖീങ്ങളായ ആളുകൾ. ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന, ഒരിക്കലും നരകാവകാശികളും നരകത്തിൻ്റെ ആളുകളും സ്വർഗത്തിൻ്റെ ആളുകളും ഒരിക്കലും സമമാവുകയില്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗാവകാശികളായ ആളുകളാണ്, അവരാണ് ഫായിസീങ്ങൾ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവർ അവർ തന്നെയാണ് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അനിഷേധ്യമായ ആ ഒരു യാഥാർത്ഥ്യത്തിനു വേണ്ടി നാം എല്ലാം ഒരുങ്ങുക. അതിനുള്ള പാതയമൊരുക്കാനുള്ള, അതിനുള്ള മുതൽ ഉണ്ടാക്കാനുള്ള സമയമാണ് ഈ ഐഹിക ജീവിതമെന്ന് നാം ഒക്കെ തിരിച്ചറിയുക. ഏറ്റവും പരമപ്രധാനമായി ആഖിറത്തിനെ പ്രതീക്ഷിക്കുന്ന ഒരു വിശ്വാസി, അവിടെ സൗഭാഗ്യം ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ, അവൻ ശ്രദ്ധിക്കേണ്ടുന്ന അടിസ്ഥാന 3 കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും പരമപ്രധാനമായി സഹോദരങ്ങളെ, നാളെ പാരത്രികമായ ലോകത്ത് ദുഃഖിക്കേണ്ടതില്ല എന്ന് ആഗ്രഹിക്കുന്നവർ, അവിടെ സന്തോഷകരമായ ജീവിതം കൊതിക്കുന്നവർ, അവർ ജീവിതത്തിൽ ഏത് സമയത്തും ശ്രദ്ധിക്കേണ്ടുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ തൗഹീദാണ്. തൗഹീദുള്ളവരായി, ശരിയായ വിശ്വാസമുള്ളവരായി, മുഅ്മിനീങ്ങളായി, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് മുവഹിദീങ്ങളായിക്കൊണ്ട് നാം മാറുക. ശിർക്കിൽ നിന്നും പാടെ നാം അകലുക. ശിർക്കിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും, ശിർക്കിൻ്റെ എല്ലാ രൂപങ്ങളിൽ നിന്നും നമ്മളെ നാം കാത്തു രക്ഷിക്കുക. അതിനുവേണ്ടി നാം അധ്വാനിക്കുക, കഷ്ടപ്പെടുക. അതിലൂടെ നമുക്ക് പാരത്രിക ലോകത്ത് സൗഭാഗ്യം നിറഞ്ഞ ജീവിതം നേടിയെടുക്കാൻ സാധിക്കും. ഏറ്റവും പരമപ്രധാനമായി വേണ്ടത് തൗഹീദുള്ളവരായി നാം മാറുക എന്നതാണ്. ശിർക്കിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഒരാൾ പർവ്വത സമാനമായ കർമ്മങ്ങളുമായി കൊണ്ടുവന്നാലും തൗഹീദിൽ മായം ചേർത്തവനാണ് എങ്കിൽ, അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത് അംഗീകരിക്കാത്തവനാണ് എങ്കിൽ, അല്ലാഹുവല്ലാത്ത മറ്റു സൃഷ്ടികളെ, അള്ളാഹുവിനുള്ള ആരാധനകൾ അള്ളാഹുവിന് സമർപ്പിക്കേണ്ടുന്ന ആരാധനകൾ അവനല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്തവനാണ് എങ്കിൽ, ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചവനാണ് എങ്കിൽ, അവൻ്റെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു ബാത്തിലായി പോകും. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താണ്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, പ്രവാചകരെ, താങ്കളെങ്ങാനും അല്ലാഹുവിൽ പങ്കുചേർത്താൽ താങ്കളുടെ കർമ്മങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞില്ലാതെയാകും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിൽ പ്രവാചകരെ താങ്കൾ ഉൾപ്പെടുക തന്നെ ചെയ്യും
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് വരെ താക്കീത് ചെയ്യുകയാണ്. എന്നാൽ നേരെ മറിച്ച് ഒരാൾ തിന്മകളൊക്കെ ചെയ്യുന്നുണ്ട്, പർവ്വത സമാനമായ തിന്മകളുമായി കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അയാൾ വരുന്നത്. പക്ഷേ അയാളുടെ തൗഹീദ് ക്ലിയറാണ്, വിശ്വാസം ക്ലിയറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവനായിട്ടാണ് അവൻ വരുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൽ പ്രതീക്ഷിക്കാൻ അവന് വകയുണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യബ്ന ആദം, അല്ലയോ ആദമിന്റെ പുത്ര, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി. നീ എന്നോട് പ്രാർത്ഥിക്കുന്ന കാലമത്രയും, എന്നിൽ സൽപ്രതീക്ഷയുള്ളവനായിരിക്കുന്ന കാലമത്രയും നിന്റെ പാപങ്ങൾ എനിക്ക് യാതൊരു പ്രശ്നവുമല്ല, അതിൻ്റെ വലിപ്പം എനിക്ക് പ്രശ്നമല്ല. ലൗ ബലഗത് ദുനൂബുക അനാനസ്സമാ, നിന്റെ പാപങ്ങൾ ആകാശമുട്ടെ ഉണ്ടായാലും, സുമ്മസ്തഗ്ഫർതനി ഗഫർതു ലക്, നീ എന്നോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ, പാപമോചനം തേടിയാൽ, ഗഫർതു ലക്, നിനക്ക് നിന്റെ പാപങ്ങളെല്ലാം ഞാൻ പുറത്തു നൽകാം. വലാ ഉബാലി, നിന്റെ പാപത്തിൻ്റെ വലിപ്പം എനിക്ക് വിഷയമല്ല. യബ്ന ആദം, അല്ലയോ ആദമിന്റെ പുത്ര, ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, ഭൂമി നിറയെ പാപവുമായി കൊണ്ട് നീ എന്നിലേക്ക് വരികയാണ്. സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈആ, എന്നിലൊന്നിനെയും പങ്കു ചേർക്കാത്തവനായ നിലയിലാണ് നീ എന്നെ കണ്ടുമുട്ടുന്നത് എങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമി നിറയെ പാപമോചനം നൽകാനും ഞാൻ തയ്യാറാണ്. സഹോദരങ്ങളെ, പർവ്വത സമാനമായ തെറ്റുകളുണ്ട് എങ്കിലും തൗഹീദ് ക്ലിയറാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ തൗഹീദ് എപ്പോഴും നമ്മൾ അതിനെ പരിശോധിക്കണം. എപ്പോഴും നമ്മുടെ ഇബാദത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണോ ഞാനിത് ചെയ്യുന്നത് എന്ന ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞതുപോലെ, എൻ്റെ നീയത്ത് ശരിയാക്കുന്നതോളം പ്രയാസകരമായ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അത് പലപ്പോഴും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവുക. പിന്നീട് പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അത് മാറാറുണ്ട്, വഴിമാറിപ്പോകാറുണ്ട്. അതുകൊണ്ട് നിയ്യത്തിനെ എപ്പോഴും നമ്മൾ ശരിയാക്കുക. ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ കൂലി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ, ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ജഅൽ അമലി കുല്ലഹു സാലിഹാ, അല്ലാഹുവേ എൻ്റെ അമലുകളെല്ലാം തന്നെ നീ സാലിഹായ സൽക്കർമ്മമാക്കി മാറ്റണമേ. വജഅൽഹു ലിവജ്ഹിക ഖാലിസ, എല്ലാം നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കർമ്മമാക്കി നീ മാറ്റണമേ. വലാ തജ്അൽ ലിഅഹദിൻ ഫീഹി ശൈആ, നിനക്ക് ഞാൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഒന്നുപോലും നീയല്ലാത്തൊരു സൃഷ്ടിയിലേക്കും നീ തിരിച്ചുവിടരുതേ എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രാർത്ഥിക്കാറുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ശിർക്കിനെ നാം അങ്ങേയറ്റം ഭയപ്പെടണം. ഇന്ന ശിർക ലദുൽമുൻ അദീം, വമ്പിച്ച അക്രമം എന്നാണല്ലോ ശിർക്കിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പങ്കുചേർക്കുന്നവരായി നാം ഒരിക്കലും മാറാൻ പാടില്ല. നമ്മുടെ ആരാധനകൾ അഖിലവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. കാരണം ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കുചേർക്കുന്നതിനെ അല്ലാഹു പൊറുക്കുകയില്ല തന്നെ. തൗബയില്ലാതെ അല്ലാഹു ശിർക്കൊരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, എന്നാൽ ശിർക്കല്ലാത്ത പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായ തൗബയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല എന്നാണ്. ശിർക്കിലൂടെയാണ്, ശിർക്ക് ചെയ്തുകൊണ്ടാണ്, ശിർക്കിലായിക്കൊണ്ടാണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ്റെ മേൽ സ്വർഗം അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. മഅ്വാഹുന്നാർ, അവൻ ചെന്നു ചേരാനുള്ള അവൻ്റെ മഅ്വ അത് നരകമാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അതിക്രമികാരികളായ ആളുകൾക്ക് യാതൊരു സഹായിയും ആ ദിവസം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ,
നമ്മൾ പേടിക്കണം, ഷിർക്കിനെ പേടിക്കണം. നേരത്തെ സൂചിപ്പിച്ചു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രാർത്ഥന. അതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിനു വേണ്ടി സ്വന്തം ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷിർക്കിൽ നിന്ന് അള്ളാഹുവിനോട് കാവല് ചോദിക്കുകയാണ്. ഷിർക്കിൽ അകപ്പെടുന്നതിനെ തൊട്ട് അദ്ദേഹം വല്ലാതെ പേടിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, വജ്നുബിനി, എന്നെ നീ അകറ്റേണമേ, വബനിയ, എൻ്റെ മക്കളെയും നീ അകറ്റേണമേ, അൻ നഅ്ബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്. ഇബ്രാഹിം നബി ആരാണ്? സ്വന്തം കൈകൾ കൊണ്ടാണ് ആ നാട്ടിലെ അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെയെല്ലാം തച്ച് തകർത്തത്. ആ പ്രവാചകനാണ് ഷിർക്കിനെ ഭയപ്പെട്ടുകൊണ്ട് ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ ചോദിക്കുന്നത്. അപ്പോൾ എത്രമാത്രം നമ്മളൊക്കെ ഷിർക്കിൽ നിന്ന് അള്ളാഹുവിനോട് പാപമോചനം തേടേണ്ടതുണ്ട്, അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഒരു കറുത്ത ഉറുമ്പ് എപ്രകാരമാണോ ഒരു പ്രതലത്തിലൂടെ അരിച്ച് കയറുന്നത്, അതിനേക്കാൾ ഗോപ്യമാണ് നിങ്ങളിലേക്ക് ഷിർക്ക് കടന്നു വരുന്നത്. അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഖുൽതുമൂഹു അദ്ഹബല്ലാഹു അൻകും ഖലീല ശിർകി വകസീറഹു. നിങ്ങൾക്ക് ഞാനൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാം. അത് നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ ചെറുതും വലുതുമായ ഈ പങ്കു ചേർക്കലിൽ നിന്ന്, ഷിർക്കിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് കാവൽ നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക. അല്ലാഹുവേ, നിന്നോട് ഞാൻ പങ്കു ചേർക്കുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. വ അന അഅലമു, അറിഞ്ഞുകൊണ്ട്. വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അറിയാതെ റബ്ബേ നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, തൗഹീദ് ഉള്ളവരായി മാറുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. അതോടൊപ്പം രണ്ടാമതായി നമ്മിൽ വേണ്ടത്, ഞങ്ങളെ പാരത്രിക ലോകത്ത് അവിടേക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ, ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ രണ്ടാമതായി നമ്മൾ കൊത്തിവെക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ബിദ്അത്തുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് സുന്നത്തിലായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള ശ്രദ്ധയാണ് രണ്ടാമതായി നമുക്ക് വേണ്ടത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നമ്മിലേക്ക് നിയോഗിച്ചത് അവിടുന്ന് നമ്മൾ ആ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്? അതിൻ്റെ പ്രാവർത്തിക രൂപം എന്താണ്? അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ പ്രവാചകരെ പൂർണ്ണാർത്ഥത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട്, ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ജീവിക്കാനാണ് നമ്മളൊക്കെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ നിലക്ക് നമ്മൾ ജീവിക്കണം. ബിദ്അത്തുകളെ നാം അങ്ങേയറ്റം ഗൗരവത്തിൽ സൂക്ഷിക്കണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും അല്ലാഹുവിൻ്റെ പ്രവാചകരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അല്ലാഹുവിനെ ആഗ്രഹിക്കുന്ന, പരലോകത്തെ ആഗ്രഹിക്കുന്ന, അപ്പോൾ പരലോകത്തെ ആഗ്രഹിച്ചുകൊണ്ട് ആ ജീവിതത്തിൽ സൗഭാഗ്യ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കാൻ, അവരെങ്ങനെയാണ് ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് എന്നതിൻ്റെ ഉത്തമമായ ഉദാത്തമായ മാതൃക അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളതാണ് രക്ഷയുടെ മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബിയെ പിൻപറ്റുന്നതിനെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചില്ലേ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. ആ പ്രവാചകൻ എന്തൊന്നാണോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു. ആ പ്രവാചകൻ ഏതിനെ തൊട്ടാണോ നിങ്ങൾക്ക് വിലക്കിയത് അതിനെ നിങ്ങൾ ഒഴിവാക്കുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ട കാര്യമാണ്. മയ്യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. ആര് അല്ലാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുന്നുവോ അവൻ
യഥാർത്ഥത്തിൽ അനുസരിക്കുന്നത് അള്ളാഹുവിനെ തന്നെയാണ്. ആര് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ, നിരുപാധികം അനുസരിക്കണം അള്ളാഹുവിന്റെ പ്രവാചകനെ, ഫഖദ് ഫാസ ഫൗസൻ അദീമ, അവനാണ് വമ്പിച്ച വിജയം നേടിയവർ എന്ന് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. സ്വഹാബത്ത് ചോദിച്ചു, വമൻ യഅബാ യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ വിസമ്മതിച്ചവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അതാഅനി ദഖലൽ ജന്ന, ആരാണോ എന്നെ അനുസരിച്ചത് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി ഫഖദ് അബാ, ആരാണ് എന്നെ ധിക്കരിച്ചത്, എന്നോട് അനുസരണക്കേട് കാണിച്ചത്, ഫഖദ് അബാ, അവനാണ് വിസമ്മതിച്ചവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഫിത്നയുടെ കാലത്ത് വഴിതെറ്റാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലായിക്കൊണ്ട് മുന്നോട്ട് പോകണം എങ്കിൽ നമ്മൾ അനുധാപനം ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രവാചകനെ പിൻപറ്റി ജീവിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ മഹബ്ബത്തും അതേപോലെ പാരത്രികമായ ലോകത്ത് സൗഭാഗ്യം നിറഞ്ഞ ജീവിതവും നമുക്ക് പ്രദാനം ചെയ്യും. സഹോദരങ്ങളെ, അതുപോലെ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് പാപങ്ങൾ എന്നുള്ളത്. മൂന്നാമതായി, ഒരു പരലോകത്തെ ആഗ്രഹിക്കുന്ന, പരലോകത്തിനു വേണ്ടി പണിയെടുക്കുന്ന വിശ്വാസി ശ്രദ്ധിക്കേണ്ടുന്ന മൂന്നാമത്തെ കാര്യം, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, അവൻ പാപങ്ങളെ സൂക്ഷിച്ച് ജീവിക്കുന്നവനായി മാറണം. തെറ്റുകൾ, അതിൽ തന്നെ വൻ പാപങ്ങളെ അതിഗൗരവത്തോടുകൂടി നമ്മൾ സൂക്ഷിക്കണം. വൻ പാപങ്ങളെ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അസ്സബുൽ മൂബിഖാത്ത്, നാശകാരികളായ, ദുനിയാവും ആഖിറവും എല്ലാം നശിപ്പിച്ച് കളയുന്ന നാശകാരികളായ വൻപാപങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. ആ വൻപാപങ്ങളെ നാം ശ്രദ്ധിക്കണം. അല്ലെ, 7 വൻപാപങ്ങൾ എന്ന പേരിൽ മദ്രസ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പങ്കു ചേർക്കുക, അശ്ശിർക്കു ബില്ലാഹ്, അതേപോലെ അസ്സിഹർ, മാരണം ചെയ്യുക, വഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു പവിത്രമാക്കിയ ഒരു നഫ്സിനെ കൊല ചെയ്യുക, പലിശ തിന്നുക, യതീമിൻ്റെ സമ്പാദ്യം അത് അന്യായമായി കൊണ്ട് ഭുജിക്കുക, യുദ്ധത്തിൽ നിന്ന് പിന്മാറിപ്പോവുക, അതേപോലെ മുഹ്സനാത്തുകളായ, പതിവ്രതകളായ, മുഅ്മിനാത്തുകളായ സ്ത്രീകളെക്കുറിച്ച് ആരോപണം പറയുക, അനാവശ്യ ആരോപണങ്ങളൊക്കെ പറഞ്ഞ് നടക്കുക. ഇതെല്ലാം ഒരു മനുഷ്യരെ നശിപ്പിക്കുന്ന 7 വൻപാപങ്ങളായി പഠിപ്പിച്ച കാര്യമാണ്. അതുപോലെ വൻപാപങ്ങളെന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, അതിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയുണ്ട് എന്നു പറഞ്ഞ എല്ലാ പാപങ്ങളും വൻപാപങ്ങളിലാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വെറുപ്പുണ്ട്, അല്ലെങ്കിൽ അല്ലാഹു അത്തരക്കാരോട് സംസാരിക്കുകയില്ല, അല്ലാഹു നോക്കുകയില്ല എന്നൊക്കെയുള്ള ശിക്ഷകളും അതേപോലെയുള്ള അള്ളാഹുവിൻ്റെ വെറുപ്പുമെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ എല്ലാ പാപങ്ങളും വൻപാപങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള എല്ലാ പാപങ്ങളെയും നാം മനസ്സിലാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. അത് ഏതാണ് എന്ന് ആദ്യം നാം പഠിക്കണം. പഠിക്കുമ്പോൾ മാത്രമേ ഇത് വൻപാപമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അറിയാത്തൊരു കാര്യത്തെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുകയില്ലല്ലോ. അതുപോലെ പാപങ്ങൾ ഏതാണ് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യണം. അതുപോലെ ചെറുപാപങ്ങളെ നാം സൂക്ഷിക്കണം. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരുമായി കൊണ്ടിങ്ങനെ നടന്നു പോവുകയാണ്. ആ ഒരു സമയത്ത് ഈ ചെറുപാപങ്ങളുടെ ഗൗരവം എത്രമാത്രമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ശിഷ്യന്മാരെയുമായി നടന്നു പോകുന്ന വഴിയിൽ അല്പം ചെളി നിറഞ്ഞ വെള്ളമൊക്കെ മഴ പെയ്ത് ആ നിലക്ക് ചെളി നിറഞ്ഞ വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലത്തുകൂടി കടന്നു പോകേണ്ട അവസ്ഥയുണ്ടായി. ആ സമയം ആദ്യമൊക്കെ തൻ്റെ വസ്ത്രമൊക്കെ കയറ്റിപ്പിടിച്ച് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി സൂക്ഷിച്ചെന്ത് ചെയ്തു, നടന്നു. വസ്ത്രത്തിലൊന്നും ചെളിയാകാതെ ആ നിലക്ക് അദ്ദേഹം നടക്കുകയാണ്. അങ്ങനെ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലൊന്ന് വഴുതി അദ്ദേഹം ആ ചെളിയിലേക്ക് ചവിട്ടുകയും അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ ആ ചെളി ആവുകയും ചെയ്യുകയാണ്.
അതിനുശേഷം പിന്നീട് ആ വഴി മുറിച്ചു കടക്കാനുള്ള ആ ബാക്കിയുള്ള ഭാഗം തീരെ ശ്രദ്ധയില്ലാതെ വസ്ത്രത്തിൽ ബാക്കിയുള്ള ഭാഗത്തേക്കൊക്കെ ചെളിയാകുന്ന രൂപത്തിൽ അദ്ദേഹം നടന്ന് നീങ്ങിയെന്നാണ്. അങ്ങനെ വഴി മുറിച്ചു കടന്നപ്പോൾ അദ്ദേഹം തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരോടായി പറയുകയാണ്, ഹാകദൽ അബ്ദ്, ഇപ്രകാരമാണ് ഒരു അടിമ, ലാ യസാലു യതവഖദ് ദുനൂബ്, അവൻ ആദ്യമൊക്കെ പാപങ്ങളെ സൂക്ഷിക്കും, അവൻ ആദ്യമൊക്കെ പാപങ്ങളെയൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കും. പിന്നീട് ഇദാ വഖഅഹ ഖാദഹ, ഏതെങ്കിലും ഒരു തിന്മയിൽ അവൻ അല്ലെങ്കിൽ ചെറു തെറ്റുകളിലൊക്കെ അവൻ അറിയാതെ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലായിക്കൊണ്ട് അവൻ മുഴുകുകയും ചെയ്യും. പിന്നെ അതിൻ്റെ വക്താവായി അവൻ മാറും. ആ തിന്മയുടെ ഗൗരവം അവന് കുറയും. ഇതേപോലെയാണ് ഒരടിമ എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും ഒരു തെറ്റിനെയും നിസ്സാരമായി കാണാൻ പാടില്ല. അള്ളാഹു ഹറാമാക്കിയ ഒരു തിന്മയെപ്പോലും നിസ്സാരവൽക്കരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. ഇയ്യാക്കും വൽ മുഹഖിറാത്തി ദുനൂബ്, നിസ്സാരവൽക്കരിക്കപ്പെടുന്ന പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തതാണ്. അതൊരു മനുഷ്യൻ അധികം ഗൗരവം കാണിക്കാതെ, അതിനെ അധികം ഗൗനിക്കാതെ അവനിങ്ങനെ ചെയ്തു കൂട്ടും. പക്ഷേ അത് അവനെ സംബന്ധിച്ചിടത്തോളം അവനെ നശിപ്പിക്കുന്ന ഒന്നായി പിന്നീട് അത് മാറുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മുഅ്മിനായ അടിമയെ സംബന്ധിച്ചിടത്തോളം അല്ലെ, യറാ ദുനൂബഹു, അവൻ അവൻ്റെ പാപങ്ങളെ നോക്കിക്കാണുക എപ്രകാരമാണ്, കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ, ഒരു തലക്കുമീതെ വന്നു ഭവിക്കാതിരിക്കുന്ന ഒരു വലിയ പാറയുടെ അടിയിൽ ഇരിക്കുന്നവനെ പോലെയാണ് ഒരു മുഅ്മിൻ തെറ്റുകളെ നോക്കിക്കാണുക. എന്നാൽ ഒരു ഫാജിറായ തെമ്മാടിയായ മനുഷ്യനാണ് എങ്കിലോ അവൻ അവൻ്റെ തെറ്റുകളെ നോക്കിക്കാണുക, കദുബാബിൻ മർറ അലാ അൻഫിഹി ഫഖാല ബിഹി ഹകദ, തൻ്റെ മൂക്കിൻ്റെ മുമ്പിലൂടെ പോകുന്ന ഒരു ഈച്ചയെ പോലെ അതിനെ അവൻ ഇത്ര നിസ്സാരമായിട്ടാണ് തട്ടിക്കളയണത്, അതുപോലെ അവൻ ആ പാപങ്ങളെ നിസ്സാരവൽക്കരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പാപങ്ങളെ ഒരിക്കലും നാം നിസ്സാരവൽക്കരിക്കരുത്. പരലോകത്തെ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ നാളെ പരലോക നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നിറഞ്ഞ ജീവിതം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ടതില്ല. അള്ളാഹു അവൻ്റെ വാഗ്ദാനം ലംഘിക്കാത്തവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നാളെ പാരത്രികമായ ജീവിതത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ കഴിയുന്ന വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات والأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.